ഒരു പീഡനം നടക്കുക എന്ന് നമ്മൾ പറയല്ലോ, പീഡനം നടക്കുക, ബലാത്സംഗം ചെയ്യപ്പെടുക എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരാൻ സാധ്യതയുള്ള ഒരു ചിന്ത, ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു, അവൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അവൾ ഇങ്ങനെ അല്പം രാത്രി വൈകിയ സമയത്ത്, ഒരു ഇരുട്ടോടടുക്കുന്ന സമയത്ത്, ആരുമില്ലാത്ത ഒരു ഇടവഴിയിലൂടെ നടന്നു പോകുന്നതിനിടക്ക് റോഡ് സൈഡിൽ നിന്നുള്ള കുറ്റിച്ചെടികൾക്കിടയിൽ നിന്ന് ഒരാൾ ചാടി അവളെ പിടിച്ചു കൊണ്ടുപോയി, എന്നിട്ട് കാട്ടിനുള്ളിൽ വെച്ച് ബലാത്സംഗം ചെയ്തു. അങ്ങനെയൊക്കെയാണ് മനസ്സിൽ ചിലപ്പോൾ തോന്നുക. അല്ലെങ്കിൽ നടന്നു പോകുന്ന ഒരാളെ വാഹനം വന്ന് അതിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു. പലപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നത് അങ്ങനെയല്ല. സ്ത്രീകൾ പലപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നത് അവരുടെ ഏറ്റവും അടുത്ത ആളുകളിൽ നിന്നാണ്, കുടുംബങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നാണ്, അവരുടെ കസിൻസിൽ നിന്നാണ്, അവർക്ക് പരിചിതരായ ആളുകളിൽ നിന്നാണ് സ്ത്രീകൾ പലപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഈ പരിചിതരായ ആളുകളാണ് എന്ന കാരണത്താൽ അവരോട് കൂടുതൽ അടുത്തിടപഴകാൻ സ്ത്രീക്കും പുരുഷനും അള്ളാഹു അനുവാദം കൊടുക്കുന്നില്ല. അതിൽ ചില വിലക്കുകളും നിയമങ്ങളൊക്കെ അള്ളാഹ് വെച്ചിട്ടുണ്ട്. അതെന്താ? അവർ അന്യരായ ആളുകളാണെങ്കിൽ അവരുടെ മുമ്പിൽ അവരുടെ വസ്ത്രധാരണ രീതി ശരിയാക്കണം, അവരുടെ സംസാരം മാന്യമാക്കണം. എന്നിട്ടോ അവരുമായി ഒറ്റക്കാകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅ, ഒരാണും പെണ്ണും തനിച്ചാകാൻ പാടില്ല. തനിച്ചായി കഴിഞ്ഞാൽ അവിടെ മൂന്നാമനായി പിശാചുണ്ടാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. ഇനി പരസ്പരം കാണുന്നു, പരസ്പരം സ്പർശിക്കുന്നു, ഒപ്പം ഇരിക്കുന്നു, അതൊക്കെയാണ് ഈ വലിയ തിന്മകളിലേക്ക് കൊണ്ടെത്തിക്കുക. സ്വകാര്യമായ ഒരാൾക്ക് ചാറ്റ് ചെയ്യാൻ അനുവാദം കൊടുക്കുന്നതാണ് ഡൽഹിയിലേക്ക് പോരുന്നോ മുന്നാറിലേക്ക് പോരുന്നോ എന്നൊക്കെ ചോദിക്കാനുള്ള പെർമിഷനിലേക്ക് എത്തുന്നത്. ആ സ്വകാര്യമായ സംഭാഷണത്തിന് റസൂൽ അനുവാദം കൊടുത്തിട്ടില്ല. അവിടെ മൂന്നാമനായി പിശാചുണ്ടെന്നാ പറഞ്ഞത്. ഒരാണും പെണ്ണും തമ്മിൽ സംസാരിക്കണമെങ്കിൽ അത് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാം. അതിനപ്പുറത്ത് എന്റെ ഫ്രണ്ടാണ്, ഞങ്ങളൊപ്പം പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് അവർക്ക് സ്വതന്ത്രമായി എന്തും സംസാരിക്കാനുള്ള, സ്വകാര്യമായി എപ്പോഴും സംസാരിക്കാവുന്ന അവസരം നൽകിയിട്ടില്ല. അവിടെയൊക്കെ ലജ്ജ കാണിക്കണം, മാന്യത കാണിക്കണം എന്നത് എല്ലാവരും പാലിക്കേണ്ട മര്യാദകളാണ്. അങ്ങനെ ഇസ്ലാം ഒരു സ്ത്രീയോടും പുരുഷനോടും പറഞ്ഞിട്ടുള്ള തനിച്ചാകരുത്, കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത്, വസ്ത്രം നേരിയത് ധരിക്കരുത്, ഇടുങ്ങിയത് ധരിക്കരുത്, ഇതൊക്കെ ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. ഒരു ലജ്ജ കാണിച്ച് മാന്യമായി ജീവിക്കാൻ പരിശ്രമിക്കുക എന്നത് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.